അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 101. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. സാമ്പത്തികമായും മറ്റു സൗകര്യങ്ങളും അതേപോലെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചവർ നിങ്ങളെക്കാൾ താഴെയുള്ളവരുണ്ടാവും, നിങ്ങളുടെ അത്ര ലഭിക്കാത്തവർ. അവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച, നിങ്ങളെക്കാൾ ഒരുപാട് സാമ്പത്തിക ഭദ്രത ഉണ്ടായ ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, ഈ ഒരു സമീപനം നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ചിലർ ചിന്തിച്ചേക്കും, അള്ളാഹു താല അവർക്കൊക്കെ ഒരുപാട് ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളെയൊന്നും പടച്ചോൻ കാണുന്നില്ലേ, നമുക്കൊന്നും കിട്ടുന്നില്ലേ, അപ്പോ നമുക്ക് കിട്ടുന്നത് വളരെ മോശമാണെന്നും നിസാരമാണെന്നും ഉള്ള ഒരു തോന്നൽ നമ്മെ വേട്ടയാടും. അതുകൊണ്ട് ആ ഒരു ചിന്ത മാറ്റി നമ്മുടെ അത്ര തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത, നമ്മെക്കാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുകയും അവരിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാം ചിന്തിക്കും, നമ്മളൊക്കെ അത്ര വലിയ ഭാഗ്യവാന്മാരാണ്, നമുക്ക് അല്ലാഹു തആല എന്തൊക്കെ തന്നു. അങ്ങോട്ട് നോക്കിയാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമാണ്, അവർക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന പ്രയാസങ്ങൾ, അതൊന്നും അള്ളാഹു നമുക്ക് തന്നില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ അത്ര അനുഗ്രഹങ്ങൾ ലഭിക്കാത്തവരെ നോക്കി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് മഹത്തരമാണെന്നും വലിയ മഹത്വമുള്ളതാണെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. മറിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച, സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങളും ലഭിച്ച ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മുടേത് നാം നിസാരമാക്കി കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനോട് നിരാശ തോന്നും, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളോട് നിരാശ തോന്നിയേക്കും. ഇത് നന്ദികേടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത്. നാം നോക്കേണ്ടത്, വിലയിരുത്തേണ്ടത് നമ്മുടെ അത്ര തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ടാണ്. അവരെക്കാൾ ഒരുപാട് എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിക്കുകയും സമാധാനിക്കുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു താല നൽകും. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കും. അങ്ങനെ നന്ദിയുള്ളവരായി മാറുമ്പോൾ ജീവിതം ധന്യമാകും, അള്ളാഹു താല സ്വീകരിക്കുന്ന ജീവിതമായി മാറും. അപ്പോൾ ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ആ ഒരു ചിന്ത കൊണ്ട് കഴിയും. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളെക്കാൾ മുകളിലുള്ളവരേക്ക് നോക്കരുത്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. ഈ വിഷയത്തിൽ ഇനി ഒരാൾ ഇൽമു പഠിക്കുക, അത്തരം വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്നവനാകണം എന്ന നിലക്ക് ചിന്തിക്കണമെങ്കിൽ വലിയ വലിയ ആലിമീങ്ങളിലേക്ക് നോക്കിയിട്ട് അതേപോലെയുള്ള ആളാകണം എനിക്ക്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടൊന്നും വിരോധമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുമല്ലോ. അള്ളാഹു താല നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റി തെരുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്ന് ഇപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ അതിൽ സന്തോഷിക്കാനും അതിന് നന്ദി ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.